നമസ്കാരം. ഞാനിന്നേ നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതിനെക്കുറിച്ച് പറയാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ബാല്യത്തിൽ നമ്മളെല്ലാവരും ഓമനിച്ച് പുന്നാരിച്ച് താലോലിച്ച് കൊണ്ടു നടക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിത്തരും അല്ലേ. നമ്മളെ ഭയങ്കര കൊഞ്ചിക്കലും ഒക്കെ ആയിട്ടായിരിക്കും. ചില പിള്ളേർക്ക് ദുരിതം പിടിച്ചുകൊണ്ടിട്ടോ, എന്നാലും ഒട്ടുമിക്ക പിള്ളേർക്കും തന്നെ സന്തോഷമുള്ള കാലമായിരിക്കും ബാല്യകാലം എന്ന് പറയുന്നത്. കൗമാരകാലം ആകുമ്പോഴത്തേനും നമുക്ക് എന്നാ പറയുക, എല്ലാത്തിനോടും ഒരു ആകർഷണം തോന്നുന്നതാണ്, എല്ലാത്തിനോടൊരു ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ പാറിപ്പറന്ന് മധുരമായി നടക്കാൻ സാധിക്കുന്ന ഒരു പ്രായമാണ് അല്ലേ കൗമാരം. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. യൗവനം എന്ന് പറയുമ്പോൾ ഒരു ദീർഘമായ ഒരു കാലമുണ്ട്. അതായത് യൗവനകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ കാലം ഇങ്ങനെ നമുക്ക് കിട്ടും. യൗവനത്തിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ ഇഷ്ടപ്പെട്ടതിനെ എല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രായമാണ് അത് അല്ലേ. നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ സാധിച്ചെടുക്കും. യൗവനത്തിലാണ് നമ്മൾ ജോലി കിട്ടുക, വീട് പണിയുക, കല്യാണം നടക്കുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് യൗവനകാലത്തിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ. യൗവനം മനോഹരം എല്ലാം നേടിയെടുക്കാൻ പറ്റുമെങ്കിലും, യൗവനം മനോഹരമാണെങ്കിലും യൗവനത്തിൽ കുറച്ച് ദുഃഖങ്ങളും നമുക്കുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചില ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹൗസിംഗ് ലോണ്, വിദ്യാഭ്യാസ ലോണ് മുതലായവ ഇനി നിനക്ക് ജോലി കിട്ടി, ഇനി നീ അടയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൗവനത്തിലും നമ്മൾ ചെറിയൊരു പ്രാരാബ്ധത്തിലേക്ക് നമ്മൾ കടന്നു പോകും ഇല്ലേ. എന്നാൽ വാർദ്ധക്യം എത്തുമ്പോൾ ഏറ്റവും സുന്ദരമായിരിക്കേണ്ടത് വാർദ്ധക്യകാലമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഏറ്റവും വിശ്രമിച്ച് നമ്മൾ എന്നാ പറയണേ, എല്ലാത്തിൽ നിന്നും ഒന്ന് ശാന്തമായി മക്കൾക്കൊക്കെ ഒരു മാതൃക കാണിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. വാർദ്ധക്യകാലത്തിൽ നമുക്കിഷ്ടമുള്ളിടത്ത് യാത്ര പോവുക, അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോവുക, അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനോഹരമായൊരു സമയമായിരുന്നു വാർദ്ധക്യം. പക്ഷെ പല മാതാപിതാക്കൾക്കും വാർദ്ധക്യം എത്തുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ബാധ്യതകൾ അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അവർ ആ ബാധ്യതകളെല്ലാം അടച്ചു തീർന്നു കഴിയുമ്പോൾ അവരുടെ പിന്നെ പൈസ കാണില്ല, സമ്പാദ്യങ്ങളെല്ലാം തീരും. പിന്നെയുള്ള മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ട പ്രായമാകും. മക്കളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിനോടൊരു എന്നാ പറയണേ, ഒരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് എല്ലാ കാര്യത്തിനും മക്കളുടെ അടുത്ത് കൈ നീട്ടുക, എല്ലാ കാര്യത്തിനും മക്കളോട് ചോദിക്കുക. മക്കളാണേലും ഒരു പരിധിയിൽ കൂടുതലൊന്ന് ഒരു സഹായം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അവർക്കൊരു മടുപ്പ് ജീവിതത്തിലുണ്ടാകും. അത് അവർ തന്നെ ഉണ്ടാക്കി വെക്കണം, മാതാപിതാക്കൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് മക്കളുടെ അടുത്ത്. എന്നാന്ന് വെച്ചിട്ട് മാതാപിതാക്കൾ യൗവനത്തിൽ തന്നെ അവരുടെ എല്ലാ ബാധ്യതകളും തീർക്കണം. എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ തീർത്തിട്ട് അവർ വിശ്രമജീവിതമായ വാർദ്ധക്യത്തിലേക്ക് കടക്കാവുള്ളൂ. അല്ലാതെ അത് മക്കളുടെ തലയിലേക്ക് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇതാണ്. കാരണം നമ്മുടെ കയ്യിലും പൈസ ഇല്ലാണ്ടാകും, മക്കൾക്ക് നമ്മളെ നോക്കാനുള്ള സാമ്പത്തികം ഇല്ലാണ്ട്, അപ്പം വീട്ടിൽ പ്രശ്നങ്ങളും ആകും. ഏറ്റവും സുന്ദരമായിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. അപ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ സുന്ദരമായിട്ടിരിക്കണമെങ്കിൽ യൗവനത്തിലെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യൗവനത്തിലെത്തി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങൾ യൗവനകാലത്ത് നിങ്ങൾ സമ്പാദിക്കാവുന്നതിൻ്റെ പരമാവധി സമ്പാദിക്കുക. വാർദ്ധക്യത്തിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ശാന്തമായിട്ട് കയ്യിൽ ഇച്ചിരി ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് ഉള്ളത് വെച്ച്, എന്ന് വെച്ചാൽ വലിയ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാനല്ല പറഞ്ഞത്, നമ്മുടെ വരുമാനം വെച്ച് നമുക്കൊരു ബാങ്ക് ബാലൻസൊക്കെ വാർദ്ധക്യകാലത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വാർദ്ധക്യകാലത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതായാൽ ഒരു ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിക്കാനോ മക്കളെ ആശ്രയിക്കാതെ നമ്മുടെ കയ്യിലൊരു വരുമാനം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും സുന്ദരമായ കാലം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. ശാന്തമായി സമാധാനമായി മറ്റുള്ള നമ്മുടെ കൊച്ചുമക്കൾക്ക് മാതൃകയായി ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു കാലമാണ് വാർദ്ധക്യം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ.